പഴയ നിയമ പുസ്തക താളുകളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഹരമായ ചിത്രം എപ്രകാരം വരച്ചു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയിൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലെ സന്ദേശമാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മലാക്കി പ്രവാചകന്റെ പുസ്തകം നമ്മുടെ പഴയ നിയമ പുസ്തകത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ്. ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജാതി വീണ്ടും പാപത്തിൽ കുടുങ്ങി ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പാപത്തിന്റെ നാനാവിധമായ മ്ലേച്ഛതകളിലേക്ക് പോകുമ്പോൾ അവർക്ക് പാപത്തിന് പരിഹാരമായി ഇനിയും ഒരു യാഗവും അവശേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ദൈവത്തോട് അവിശ്വാസം കാണിക്കുന്ന ജനമായി പിന്നെയും മാറുന്നുവെന്നും അവർ ദൈവത്തിന് യാഗം കഴിക്കുകയും ദൈവസ്ഥലിൽ ഉപവസിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്നുവെങ്കിലും അത് യഥാർത്ഥമായിരിക്കുന്ന അനുതാപമോ ഉപവാസമോ ദൈവത്തിന് സ്വീകാര്യമാകുന്ന യാഗങ്ങളോ അല്ല എന്ന്, അങ്ങനെ പാപത്തിന്റെ കഠിനതയിലേക്ക് തള്ളപ്പെട്ട ഈ ആളുകൾക്ക് ഇനിയും ആശയ്ക്കുള്ള ഏക വഴി നീതിസൂര്യനായ ക്രിസ്തു രോഗോപശാന്തിയോടെ അവർക്ക് വേണ്ടി ഉദിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അവരോട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പ്രവാചകനാണ് മലാക്കി. ഈ മലാക്കി പ്രവാചകൻ ഇസ്രായേലിന്റെ പാപ സ്വഭാവങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ ഏലിയ പ്രവാചകന്റെ ശക്തിയേറിയ പ്രവേശകം എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഏലിയ പ്രവാചകന്റെ ശക്തിയേറിയ പ്രവേശകത്തെ സംബന്ധിച്ചു. അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ലോകരക്ഷിതാവായ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ പ്രത്യക്ഷ പ്രഭാവത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അറിയിക്കുന്ന ഒരു പ്രവചന പുസ്തകമാണ് ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകം. അപ്പൊ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു നീതി സൂര്യനാണ്. രോഗോപശാന്തിയോടുകൂടി മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയ്ക്കായി അല്ലെങ്കിൽ പ്രതീക്ഷാ പുരുഷനായി ലോകത്തിൽ ജനിപ്പാനിരിക്കുന്ന ലോകത്തിന്റെ രക്ഷകനാണ്.